വിപിൻ സി വിജയനാണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. വിപിൻ തുടരുന്നുണ്ട്. വിപിൻ, ഇതിലിപ്പോൾ MLA-യുടെ ഒരു ഇടപെടൽ ഇതിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെയുണ്ട്, ഒരു ദുരവസ്ഥ ഇവർക്കുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകും. ഇപ്പോൾ തന്നെ അവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം ഇടപെടും എന്ന് പറയുന്നു. പക്ഷേ അവർ അവിടെ നിന്ന് മാറാൻ തയ്യാറാകണം എന്നുള്ളതാണ്. മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. ഇതിൽ സ്ഥലം വെട്ടിക്കുറച്ചതടക്കം ചില പരിമിതികളുണ്ട് ഈ വിഷയത്തിൽ എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ വിപിൻ. അനുജ, വർഷങ്ങളായി ഇവർ ഈ പരാതിയായിട്ട് പറയുകയാണ് ഇവർക്കൊരു സ്ഥലം വേണം അല്ലെങ്കിൽ ഒരു വീട് വേണം എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് 10 വർഷത്തിലേറെയായി ഇവരുടെ അപേക്ഷകൾ പോകുന്നുണ്ട്. ഇപ്പോൾ അതിൽ മനസ്സുമടുത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വീട്ടിലുള്ളവരൊക്കെ കഴിയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് എന്തായി എന്നുള്ളൊരു പരിഹാസമാണ് പലപ്പോഴും പുറത്തു പോകുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഈ വീട്ടിലെ സ്ത്രീകൾ തന്നെ പറയുന്നത്. ഇപ്പോൾ അവർക്ക് ഒരുമിച്ച് താമസിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യമുള്ളത്. ഇപ്പോൾ നിൽക്കുന്ന വീട്ടിന്റെ അതിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നുണ്ടെങ്കിൽ 8 വർഷം കഴിയണമെന്നുള്ളതാണ് നമ്മൾ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അങ്ങനെ 8 വർഷം ഇപ്പോൾ വീട് 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലൊരു അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള ഒരു ഫണ്ടും ഇവർക്ക് നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മക്കളും മരുമക്കളുമായി ഇവരിങ്ങനെ കഴിയുകയാണ്. അതിന് വേണ്ട നടപടികൾ എന്താണ് എന്നുള്ളത് അവരെ ഒന്ന് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അതിലെ നടപടികളിലേക്ക് കടക്കാനോ അങ്ങനെയുള്ള ഒരു ആള് ആണ് അവർക്ക് ആവശ്യമുള്ളത്. അത് ഇപ്പോൾ ITDP-യിലേക്ക് ഒരു ഇടപെടൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇപ്പോൾ വാടക വീട്ടിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ അവര് അതിന് എത്രത്തോളം തയ്യാറാകും, അവർക്ക് പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ആശങ്കയുള്ള ഒരു സമൂഹം കൂടിയാണ് ആദിവാസി സമൂഹം. അത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ അവർക്ക് അവിടെ തന്നെ അവരുടെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു അകമ്പാടത്തു നിന്ന് വിട്ടുപോകാത്ത ഒരു സ്ഥലത്ത് ഒരു വീട് വേണം എന്നുള്ളതൊക്കെയാണ് ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. അതിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി കൂടിയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ കുടുംബം കളക്ടറോട് സംസാരിക്കുമെന്ന ഉറപ്പ് MLA നൽകുകയാണ്. താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്താനും തയ്യാറാണ്. പക്ഷേ അവർ അതിലേക്ക് മാറാനുള്ള ഒരു സന്നദ്ധത അറിയിക്കുമോ എന്നതിൽ സംശയമുണ്ട്. ഏതായാലും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പ് 24-ലൂടെ PK ബഷീർ MLA നൽകിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.